അയാൾ ഒറ്റക്കാണ്. അയാൾ എല്ലാത്തിനും പ്രതികാരം ചെയ്യുകയാണ്. മലയാള സിനിമ ആരാധകരുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്. ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് റിപ്പോർട്ട് വന്നാൽ അയാൾ സകല റെക്കോർഡുകളും തിരുത്തി കുറിക്കും. മലയാളികളുടെ ഇടയിൽ അത്രത്തോളം സ്വാധീനമാണ് മോഹൻലാൽ എന്ന നടന്. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിനെ മലയാള സിനിമാ പ്രേക്ഷകർ ആവേശത്തോടെ നോക്കിക്കാണുന്നതും. മോഹൻലാൽ ഒരുമ്പെട്ടിറങ്ങിയാൽ മലയാള സിനിമയിലെ എല്ലാ റെക്കോർഡുകളും അദ്ദേഹത്തിന്റെ പേരിലാകും. അത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് 2025-ൽ. ആദ്യം വന്ന എമ്പുരാൻ 250 കോടിക്ക് മുകളിൽ ലോകമെമ്പാടും നിന്നും കളക്ഷൻ നേടി ഏറ്റവും വലിയ ചിത്രമായി മാറി. എന്നാൽ പ്രേക്ഷകർക്ക് സമ്മിശ്ര പ്രതികരണമാണെങ്കിലും അതിന് തൊട്ടു പിന്നാലെ വന്ന തുടരും എന്ന ചിത്രം എല്ലാതര പ്രേക്ഷകരെയും ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. അതെ, എമ്പുരാൻ ഒരു മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നുവെങ്കിൽ മോഹൻലാൽ ഒറ്റക്കായിരുന്നു തുടരും എന്ന ചിത്രവുമായി വന്നത്. ഇതുവരെ മലയാള സിനിമയുടെ എല്ലാ റെക്കോർഡുകളും തുടരും എന്ന ചിത്രത്തിന്റെ പേരിലാക്കി മോഹൻലാൽ മാറ്റി. ഇനിയും അദ്ദേഹത്തിന്റെ അണിയറയിൽ ഒരുങ്ങുന്ന ചിത്രം ഈ റെക്കോർഡുകളെയും കടത്തിവെട്ടാനുള്ളതാണ്. മോഹൻലാൽ തന്നെ അദ്ദേഹത്തിന്റെ ഓരോ റെക്കോർഡുകളും വീണ്ടും തിരുത്തുമ്പോൾ മലയാള സിനിമയ്ക്ക് ലഭിക്കുന്നത് മികച്ച കളക്ഷനും ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റുകളുമാണ്. ഇതുവരെ കേരളത്തിൽ 2018 എന്ന ചിത്രമായിരുന്നു ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രം. എന്നാൽ ആ ഒരു ചിത്രത്തെയും തുടരും എന്ന മൂവി പുഷ്പം പോലെ തൂക്കിയിരിക്കുകയാണ്. 89 കോടി രൂപയായിരുന്നു 2018 എന്ന ചിത്രം കേരളത്തിൽ നിന്നും മാത്രം നേടിയത്. എന്നാൽ ആ ഒരു റെക്കോർഡ് തുടരും എന്ന മൂവി മറികടന്നു. 100 കോടിയിലേക്ക് കുതിക്കുകയാണ്. കേരള തിയേറ്ററുകളിൽ നിന്ന് മാത്രം തിയേറ്റർ ഷെയറായി 100 കോടിക്ക് മുകളിൽ തുടരും എന്ന ചിത്രം നേടും, അതുറപ്പാണ്. റിലീസ് ചെയ്ത് ഇത്ര ദിവസങ്ങൾ പിന്നിടുമ്പോഴും തിയേറ്ററുകളിൽ മികച്ച റെസ്പോൺസ് ആണ് തുടരും എന്ന ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെ ആസിഫ് അലിയും ദിലീപിന്റെ ചിത്രങ്ങളും ഉണ്ടെങ്കിലും തുടരും എന്ന ചിത്രം തന്നെയാണ് ഇപ്പോഴും മുന്നിലുള്ളത്. മോഹൻലാലിന്റെ വൻ തിരിച്ചു വരവ് കണ്ട 2025 അദ്ദേഹത്തിന് ഇനിയുള്ള ചിത്രങ്ങളും 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ തന്നെ 4 100 കോടി ചിത്രങ്ങളാണ് മോഹൻലാലിന്റെ പേരിലുള്ളത്. ഇനിയും എത്രയോ നേടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാം ഒരുങ്ങുന്നത് ഒന്നിനൊന്ന് മികച്ച ചിത്രങ്ങളാണ്. മോഹൻലാലിന് അത്ര പ്രേക്ഷകർക്കിടയിൽ സ്വാധീനമുള്ള ഒരു നടൻ മലയാളത്തിലില്ല. മമ്മൂട്ടിയുടെ പോലും 50 കോടി രൂപ പോലും കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യാൻ പ്രയാസപ്പെടുമ്പോഴാണ് മോഹൻലാൽ പുഷ്പം പോലെ 100 കോടി രൂപ കളക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. നല്ലൊരു സംവിധായകനും സ്ക്രിപ്റ്റും അദ്ദേഹത്തിന് ലഭിച്ചാൽ മലയാള സിനിമയിൽ തകർക്കപ്പെടാത്ത എല്ലാ റെക്കോർഡുകളും അദ്ദേഹം പുഷ്പം പോലെ തൂക്കും എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. തുടരും ഇനി അദ്ദേഹത്തിന്റെ കളികൾ.